നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാൻ നാളെ മറ്റന്നാളായിട്ട് ഇപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മന്തിന്റെ ഓവറോൾ എനർജി എടുക്കാം. ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് യു വേഴ്സസ് ദം നോക്കാം. അതായത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും. നിങ്ങൾ ആരെക്കുറിച്ചാണോ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തിയെ കൊണ്ടുവരിക. ആ വ്യക്തിയുടെ അവര് നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, നിങ്ങൾ അവരുടെ ചിന്തകൾ, തോട്ട്സ്, എനർജി ആൻഡ് നിങ്ങളുടെ ചിന്തകൾ, തോട്ട്സ്, എനർജി ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്താ കാണുന്നത് എന്ന രീതിയിലൊന്ന് നോക്കാം. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, രണ്ടുപേരുടെയും എനർജി എടുക്കാം. ആൻഡ് നമുക്ക് ഒരേ ഡെക്ക് തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് ആദ്യം എടുക്കാം ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട്. ഓക്കെ, 6 of Wands, ഗുഡ്. ആൻഡ് Ace of Swords, wow, beautiful. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് ടുവേർഡ്സ് യു കാണുമോ എന്തോ. ഓക്കെ, നോക്കാം. പേഴ്സന്റെ ഫീലിങ്സ് ടുവേർഡ്സ് യു. ഓക്കെ, ക്ലാരിഫിക്കേഷൻ ഞാൻ പിന്നീട് എടുക്കാം. ഓക്കെ, ഓക്കെ, എന്തായാലും പറയാം. ഇവിടെ കാണുന്നത് 6 of Wands ആൻഡ് Ace of Swords ആണ് നിങ്ങളുടെ ഭാഗത്ത്. അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പേഴ്സണിനോടുള്ള ഫീലിംഗ്, നിങ്ങൾ ഇതിലൊരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. കുറച്ച് പേർക്ക് മാരേജ് വരെ നിങ്ങൾ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പറ്റുന്നവർക്ക് നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിന്റെ നമ്മൾ പറയില്ലേ, എല്ലാവരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ബന്ധം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് അവരെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് ഫീൽ ചെയ്യുക, സന്തോഷം ഫീൽ ചെയ്യുക, ഒരു അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വെരി ഹാപ്പി ഒരു ഫീലിംഗ്. ഓക്കെ, ബാക്കി പുറമേ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പം ജസ്റ്റ് ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ദാറ്റ് ഒരു ആക്ഷൻ എടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ഇതിനൊരു ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി, ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. അതായത് ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. അവർ ലൈക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് 7 of Coins ആൻഡ് 7 of Swords ആണ്. 7 ഉണ്ട് ഒന്നാമത്. 7 of Coins പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട്. ഒരു സെക്കൻഡ് ക്ലാരിഫിക്കേഷൻ എടുത്തിട്ട് ഞാൻ പറയാം. കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പേഴ്സൺ ഒന്ന് തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, ഒരു ലേശം അകൽച്ചയുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അവര് ചില കാര്യങ്ങൾ അവർ മറക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ ഇവിടെ നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ട്രൂത്ത് ആണ്. ഓക്കെ, ഒരു സത്യം. അഗൈൻ ഇവിടെയും എനിക്ക് ആ ഒരു ട്രൂത്തിന്റെ കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ നിങ്ങളുടെ അടുത്ത് മറക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ചില ഹിഡൻ സീക്രറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയാത്തായിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെ ആവാം കേട്ടോ. എല്ലാവർക്കും ലൈക്ക് ഒരു തേർഡ് പാർട്ടി അങ്ങനെ വേറെ ചീറ്റിങ് അങ്ങനെയൊന്നും ആവണമെന്നില്ല. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ അവോയ്ഡ് ചെയ്യുന്നു എന്ന രീതിക്ക് പറയാം. അതായത് അവരവരെ ഫീലിങ്സ് അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, അവർക്ക് ഒരു ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോണോ വേണ്ടേ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ. ഓക്കെ, ഇത് എഫേർട്ട് ഇട്ടാൽ ശരിയാവോ, അതോ ഇതിന് വല്ല ഗ്രോത്ത് ഉണ്ടോ എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെ. അഗൈൻ ചില കാര്യങ്ങൾ അവർ മറക്കുന്നുണ്ട് എന്ന് പറയാം. ആൻഡ് പക്ഷെ അതിനെക്കുറിച്ച് തുറന്നു പറയണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. 8 of Wands നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ കാണാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ അവർ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരിക്കാം. ഓക്കെ, ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ ചിന്തകളിൽ പേഴ്സണിനെ കുറിച്ച് എന്താ വരുന്നത് നോക്കാം. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് പേഴ്സണിനെ കുറിച്ച്? 3 of Coins ഉണ്ട് ഇവിടെ. ഓക്കെ, Ace of Cups ഉണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, Ace of Swords, Ace of Cups. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ആക്ച്വലി ഇത് റിലേഷൻഷിപ്പ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എഫേർട്ട് ഇട്ടിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാണുന്നുണ്ട്. Ace of Cups കാണുന്നുണ്ട്. സോ നിങ്ങൾ വളരെയധികം ആ പേഴ്സണോട് അറ്റാച്ച്ഡ് ആണ്, അവരോട് ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അവർക്ക് സ്നേഹം കൊടുക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ അവരുടെ അടുത്ത് നിന്നും ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങളിത് ഒന്നിച്ച് എഫേർട്ട് ഇട്ട് നമ്മൾ മേ ബി അഗൈൻ ഇവിടെ ഒരു മാരേജിന്റെ ഒരു കാര്യം കൂടി ഉണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നതായിട്ട് പറയാം. നിങ്ങൾ ഒന്നിച്ച് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ പറയില്ലേ ആ സിറ്റുവേഷൻ നമുക്ക് എന്ത് തന്നെ ആയാലും നമുക്ക് ഓവർകം ചെയ്യാം എന്ന രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, പേഴ്സൺ എന്താ ചിന്തിക്കുന്നത് നോക്കാം.
നിങ്ങളുടെ വളരെ പോസിറ്റീവ് തോട്ട്സ് ആണ് വരുന്നത്. പേഴ്സണിന്റെ മനസ്സിലൊക്കെ 3 of Cups, Knight of Coins. ഓക്കെ, യെസ്, King of Swords ഉണ്ട് ഇവിടെ. പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പേഴ്സണും ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരും ആ കാര്യത്തിൽ ഒരേപോലെയാണ്. ഓക്കെ, ഒരേപോലത്തെ കാഴ്ച വന്നിരിക്കണം. 3, 3. സോ 3 എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ എന്നും പറയും. നിങ്ങളുടെ സിറ്റുവേഷനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട്, നമ്മൾ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട്. അതാണ് ഇവിടെ അവർക്കും ആഗ്രഹം. അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് കോയിൻസ് ആണ്. സോ പേഴ്സൺ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ സ്ലോ ആണ്. ഇത് സ്ലോ മൂവിങ് എനർജി എന്ന് പറയും. അവർ വരുന്നുണ്ട്, കമ്മിറ്റഡ് ആണ് നിങ്ങളോട്, പേഷ്യൻ്റ് ആയിട്ട്. അവർ പക്ഷേ ക്ഷമയോടെ ഈ സിറ്റുവേഷനെ അനലൈസ് ചെയ്ത് ആക്ച്വലി അവർ ചിന്തിക്കുന്നുണ്ട് ഒരുപാട്. ഈ സിറ്റുവേഷനിൽ എത്രത്തോളം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഞാൻ അടുക്കണം, അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യാം, എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന രീതിക്കൊക്കെ ചിന്തിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, സന്തോഷങ്ങൾ അവർക്കും വേണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ സ്ലോ ആണ് പേഴ്സൺ. ഓക്കെ, കമ്മിറ്റഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അതൊരു നല്ലൊരു കാര്യം. കമ്മിറ്റഡ് ആയിട്ടാണ് വരുന്നത് അവർ. ആൻഡ് റിലേഷൻഷിപ്പിൽ അങ്ങനെ എടുത്തു ചാടി അങ്ങനെ ഒരു ഇതാക്കണം എന്നില്ല, ബട്ട് അവർക്ക് സ്ലോ ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇന്റൻഷൻ, നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഇന്റൻഷൻ, നിങ്ങൾക്ക് ഇതിൽ എന്താണ് വേണ്ടത്? അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബട്ട് എന്നാലും ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഇന്റൻഷൻ? ജഡ്ജ്മെന്റ്. ഓക്കെ, ഞാൻ ഒന്നേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആഗ്രഹം പേഴ്സൺ നിങ്ങളോട് ന്യായം ചെയ്യണമെന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ന്യായമായ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തരേണ്ടതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ പറയില്ലേ, നിങ്ങൾ അർഹിക്കുന്നത് എന്താണോ അത് അവർ തരണം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അവർക്ക് വേണ്ടി ചെയ്താക്കേണ്ട അതുപോലെ അവർ തിരിച്ചും നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യായം കൊണ്ടുവരണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഓക്കെ നമ്മൾ എന്തായാലും പറഞ്ഞില്ല എന്ന് വേണ്ട, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആർക്കെങ്കിലും ഉണ്ടാവാം. ബിക്കോസ് ഇവിടെ 3 വന്നു, ഇവിടെയും 3, ഇവിടെയും ഒരു 3 ഹിഡൻ കാർഡ്സ് ഒക്കെ ഉണ്ട്. സോ മേ ബി കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ വേറെ തേർഡ് പാർട്ടിയിൽ പോയി, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ന്യായം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ, പക്ഷെ ഇവിടെ അതിൽ നിന്ന് മാറി വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് കേട്ടോ. ടുവേർഡ്സ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ബട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ന്യായം. മേ ബി നിങ്ങൾ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്നറിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. എന്തായാലും ഒരു ജഡ്ജ്മെന്റ് ആണ് നിങ്ങളുടെ ഭാഗത്ത് ആഗ്രഹം. പേഴ്സൺ എന്താ ആഗ്രഹിക്കുന്നതിൽ ഇന്റൻഷൻ അവരുടെ? 5 of Cups ആൻഡ് Queen of Cups. വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നവർ. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് തീർച്ചയായിട്ടും. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ എന്ത് ഓപ്ഷൻ ഉണ്ടെങ്കിലും ശരി, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ശരി, അവർ നിങ്ങളെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് യെസ് ഉണ്ട് അവർക്ക്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സോ തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവരൊരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാർഡ് കൂടി ഞാൻ അതിന് ക്ലാരിഫിക്കേഷനൊക്കെ എടുക്കാൻ തോന്നുന്നുണ്ട്. യെസ്, King of Coins. യെസ്, വെരി വെരി ശരിക്കും അവർ കമ്മിറ്റഡ് നിങ്ങളോട് തന്നെയാണ്. ഓക്കെ, എനിക്ക് അതൊന്ന് വെരിഫൈ ചെയ്യാനായിരുന്നു. നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ജെൻസ് ആവണമെന്നില്ല കേട്ടോ, ലേഡീസ് ആയാലും. ഓക്കെ, കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് ഓഫർ തരും എന്നല്ല, പക്ഷേ മാരേജിന് റെഡി ആവുക, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അതായത് റിലേഷൻഷിപ്പ് യെസ് എനിക്ക് നിങ്ങളോട് തന്നെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് എൻ്റെ ലൈഫിൽ എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് എടുക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്? യൂണിവേഴ്സ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഫ്യൂച്ചർ എന്താ പറയുന്നത്? നിങ്ങളുടെ ഭാഗത്ത് വളരെ ക്ലിയർ എന്താ പറയുക, ക്ലാരിറ്റി ഉണ്ട് ഇവിടെ കുറച്ചൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, ലെറ്റ്സ് സീ നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്താ കാണുന്നത്? 2 of Cups, soulmate. ഓ മൈ ഗോഡ്, സ്ട്രെങ്ത്. വാവ്, ബ്യൂട്ടിഫുൾ. ഞാൻ ഇതും കൂടി എടുത്തിട്ട് പറയാം. പേഴ്സൻ്റെ ഭാഗത്തേക്ക് കൂടി നമുക്കൊരു ഫ്യൂച്ചറായിട്ട്, ആക്ച്വലി അല്ല, ഫ്യൂച്ചർ എനർജി നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, രണ്ടുപേരുടെയും ഭാഗത്ത് നോക്കി ഇതിവിടെ സോൾമേറ്റ് കണക്ഷൻ ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. സോ റിലേഷൻഷിപ്പ് വളരെ 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 എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും സ്ട്രോങ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ. എനിക്ക് വേറെ ആരെന്തിടയിൽ വന്നാലും ശരി, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ശരി, ബട്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ സോൾമേറ്റ് കണക്ഷനാണ്. യൂണിവേഴ്സായിട്ട് തീരുമാനിച്ചൊരു കണക്ഷനാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അങ്ങനെ അത്ര വേഗം രണ്ടുപേർക്കും അങ്ങനെ ആഗ്രഹിച്ചാലും വിട്ടുപോകാൻ പറ്റില്ല. എത്ര മാറി നിന്നാലും, എത്ര വിട്ട് നിന്നാലും, എത്ര എന്ത് ചെയ്താലും നിങ്ങൾ തമ്മിൽ അങ്ങനെ വിട്ടുപോകുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. സോൾമേറ്റ് കണക്ഷൻ, ഡീപ്പ് കണക്ഷൻ, സ്ട്രോങ് കണക്ഷൻ. ഓക്കെ, ഒരു കാർഡ് കൂടി എടുത്തേക്കാം. ഫൈനൽ ജസ്റ്റിസ്. വേറെന്താ വേണ്ടത്? നിങ്ങൾ ആഗ്രഹിച്ച ന്യായം
വരുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് ജസ്റ്റിസ് ചെയ്യും, നിങ്ങളോട് ന്യായം ചെയ്യും. പേഴ്സൺ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യും, നോ ഡൗട്ട്. ഓക്കെ, ആരെന്ത് അവരുടെ ലൈഫിലൊക്കെ വന്നു പോയാലും ശരി, നിങ്ങളാണ് അവരുടെ ആഗ്രഹം. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ എനിക്ക് കാണുന്നുണ്ട്. 9 ഓഫ് കപ്സ് നിങ്ങളാണ് അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് എന്ന് പറയാം. ഓക്കെ, അവരുടെ നമ്മൾ പറയില്ലേ സ്വപ്നത്തിൽ അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരൊരു ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആണ് വളരെ ഡീപ്പായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഒറക്കിൾ കാർഡ്സ് കൂടി നമുക്ക് നോക്കാം. ഇത് മേലെ വെക്കാം അല്ലേ. ഓക്കെ, രണ്ടും വന്നിട്ടുണ്ട് ആക്ച്വലി. ലവേഴ്സും 2 ഓഫ് കപ്സും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി എങ്ങാനും തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ ചോയ്സ് നിങ്ങളാണ്. ഓക്കെ, നോ ഡൗട്ട്. ഓക്കെ, നമുക്ക് കുറച്ച് അഡ്വൈസ് കാർഡ്സ് കൂടി എടുക്കാം. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്ട്രോങ് ബോണ്ടാണ്, ഒരിക്കലും ബ്രേക്ക് ആവില്ല എന്ന് തന്നെയാണ്. വളരെ സ്ലിപ്പറി കാർഡ്സ് ആണ് നമ്മൾ. ഓക്കെ, വേറെ ഇവിടെ സോറി വേൾഡ്. ഓക്കെ, ഓട്ടം ടൈമിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഫെയ്റ്റ്, ക്ലാരിറ്റി, നിങ്ങൾ ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഗാർഡഡ്. ഓക്കെ, 9 ഓഫ് വൺസ് ഉണ്ടായിരുന്നു. ഏസ് ഓഫ് ഫയർ, ബ്യൂട്ടിഫുൾ. ഒരു ഏസ് ഇവിടെ 2 ഏസ് ഓൾറെഡി നമുക്ക് വന്നിരുന്നു, ഒരു ഏസും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണുന്നത് എനിക്ക് ഒന്ന് നിങ്ങൾ തമ്മിലൊരു ന്യൂ സൈക്കിൾ ബിഗിൻ ആവുമെന്നാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയി വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പോയി, അവർ ഓൾറെഡി മാരീഡ്, വട്ട് എവർ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങൾ തമ്മിൽ ഓക്കെ ഒരു ന്യൂ സൈക്കിൾ ബിഗിൻ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓട്ടം കാണുന്നുണ്ട് നിങ്ങൾക്ക്. സ്റ്റാർട്ടിങ് ഓവർ, സോൾ ഗ്രോത്ത്, ക്ലിയറിംഗ്, ന്യൂ. ഓക്കെ, ഇത് ഓട്ടം ഇവിടെ ഞങ്ങൾ ഇവിടെ പറയുന്നത് നമ്മൾ അറൗണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ആണ്. യെസ്, അപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, വെരി സൂൺ. ഓക്കെ, വെരി സൂൺ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും സെപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾ തമ്മിലുള്ളത് ഒരു ഫേറ്റഡ് കണക്ഷൻ ആണ്, നോ ഡൗട്ട്. ഞാൻ ഓൾറെഡി സോൾമേറ്റ് ആൻഡ് ലവേഴ്സ് കാർഡ് രണ്ടുമാണ് വന്നത്. സോ നിങ്ങൾ തമ്മിലുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ, കർമ്മ, സൈക്കിൾ. അഗെയിൻ സൈക്കിളിന്റെ കാര്യമാണ് ഇവിടെ. നിങ്ങൾ തമ്മിലുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവസാനിക്കാനുണ്ട്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു എൻഡിങ് വരാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു അകൽച്ച വരാം, ഒരു സെപ്പറേഷൻ വരാം. പക്ഷെ ആ സെപ്പറേഷൻ നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങളെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്, സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ബന്ധം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇടയിൽ തേർഡ് പാർട്ടി വന്നു, വേറെ എന്തെങ്കിലും ഉണ്ടായി, ഇഷ്യൂ ഉണ്ടായി, നിങ്ങൾ തമ്മിൽ അകന്നു, ഒരിക്കലും നിങ്ങളെ ടെൻഷൻ അടിക്കണം. ബിക്കോസ് ഇത് ഫേറ്റഡ് കണക്ഷൻ ആണ്, തിരിച്ചു വരും, ആ പേഴ്സൺ തിരിച്ചു വരും. ആൻഡ് അത് നിങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ ക്ലാരിറ്റി വരും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എന്താണ് എന്നൊരു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് പേഴ്സൺ അത് പറയും എന്നും ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, ഈ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. ഗാർഡഡ് കാണുന്നുണ്ട്. പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഒരല്പം ഗാർഡഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന രണ്ടുപേരും ഉണ്ടാവാം. ഓക്കെ, രണ്ടുപേരും ലൈക്ക് അല്പം നമ്മൾ പറയില്ല, ഒരു മനസ്സിൽ നമുക്കൊരു ഹേർട്ട് ആവോ എന്നുള്ളൊരു പേടി, എവിടെയോ ഒരു ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയി കാണാം നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ. അതായിരിക്കാം ഒരു ഗാർഡഡ് എനർജി എന്ന് പറയുന്നത്. അതായത് നമുക്ക് മറ്റ് അടുത്ത ആളുടെ മുമ്പിൽ നമുക്ക് മനസ്സ് തുറന്ന് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു പേടി. ബിക്കോസ് ഹേർട്ട് ആവോ എന്നുള്ളൊരു പേടി, അവർ സ്വീകരിക്കുമോ, അവരും ഇതുപോലെ ഉണ്ടാവുമോ, അതോ അവർ നമ്മളെ വേദനിപ്പിക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് നമ്മളൊന്ന് അവനവനെ ഒന്ന് നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. അതിനെയാണ് പറയുന്നത്. ബട്ട് ഇവിടെ ന്യൂ ബിഗിനിങ് ഉറപ്പാണ്. ഓക്കെ, അഗെയിൻ ന്യൂ ബിഗിനിങ്. ഇവിടെയും ന്യൂ ബിഗിനിങ് കാർഡും സെയിം ഇതുണ്ടോ, സിമിലർ കാർഡ്സ് ആണ് ഇത്. ഓക്കെ, 1-2 കാർഡ് കൂടി എടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ടെങ്കിൽ. ഡിസ്ഹാർമണി, യെസ്, ട്രിഗേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിൽ. ഫൈൻ. അൺടിൽ വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അൺടിൽ ഡെപ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഡെപ്ത് അതായത് നമ്മുടെ കാർമിക് ഡെപ്ത് എന്ന് പറയും. നിങ്ങൾ തമ്മിൽ ഒരു കാർമിക് കണക്ഷൻ ഒരിക്കലും റോങ് എന്ന് എടുക്കരുത്. എല്ലാ കാർമിക് കണക്ഷനും റോങ് അല്ല. ചിലത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് പോകാനുള്ളത് വരും, ശരിയാണ്. ഓക്കെ, ബട്ട് ഇത് നിങ്ങൾ തമ്മിൽ ഇവിടെ ഉള്ളത് ഒരു ഫേറ്റഡ് കണക്ഷൻ ആണ്. യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഒന്നിപ്പിച്ചതാണ്. നിങ്ങൾ തമ്മിൽ ഒരു കർമ്മ കൊണ്ട് പാസ്റ്റ് ജന്മം തൊട്ട് തന്നെ നിങ്ങൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും ഉണ്ട്, ലെസൺസ് ഉണ്ട് നിങ്ങൾക്കിതിൽ. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ളതുമാണ്. ഒന്നിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വേറെ ആയിരിക്കും. ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഒന്നിച്ച് അറ്റ്ലീസ്റ്റ് ഉണ്ടാവും എന്ന രീതിക്ക് എടുക്കുക. അതിൻ്റെ ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ കാർമിക് സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തേർഡ് പാർട്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വരുന്നത് നിങ്ങളെ കുറെ കൂടി അങ്ങനെ ഒരു അകൽച്ച, ഒരു പ്രശ്നം ഒക്കെ വരുമ്പോഴാണ് വീണ്ടും നിങ്ങൾ അടുക്കുമ്പോൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് അടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ആ പ്രശ്നങ്ങൾ വരുമ്പോൾ കാരണം നിങ്ങളുടെ ഉള്ളിൽ ചില ട്രിഗേഴ്സ് വരും അല്ലേ, നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും, ചിലത് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഒന്നിക്കുമ്പോൾ എന്താവും, ഇപ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ നിങ്ങൾ കണക്ഷൻ ഫോം ചെയ്യും നിങ്ങൾ തമ്മിൽ.
ഓക്കെ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ. എനിവേ, ലേണിംഗ് കാർമിക് ലെസൺസ്, മെച്യൂരിറ്റി. യെസ്, മെച്യൂർഡ് ആവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തുകയാണ്. ഓക്കെ, മെച്യൂർഡായിട്ട് നമ്മുടെ ലൈഫിൽ എന്ത് കണക്ഷനാണ് നല്ലത്, ഏതാണ് നല്ലത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു, പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഹീലാവുന്നുണ്ടാവാം, അതുകൊണ്ട്. ഓക്കെ, അത് കാർമിക്. ഓക്കെ, എനിവേ ലെസൺസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓക്കെ, എനിവേ വളരെ പോസിറ്റീവ് നമുക്ക് റീഡിങ് കിട്ടിയിട്ടുണ്ട്. സോ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം, ക്ലെയിം ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലാവർക്കും പോസിറ്റീവായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.